CPM-ന് ഇത് മോദിയുടെ ED വേട്ട എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴുണ്ടോ? പ്രത്യേകിച്ച് ഈ കണ്ണൂരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അതെന്തായാലും മോദിയോ EDയോ ഒന്നും പുറത്തുവിട്ട കാര്യങ്ങളല്ല. പാർട്ടിക്കകത്ത് തന്നെ പുകഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മനു തോമസ് ഈ പറയുന്ന അംഗത്വം പുതുക്കാതെ പുറത്തു നിന്ന് പറയുന്നു എന്നതുകൊണ്ട് അതിന് ആധികാരികത ഇല്ലാതെ വരുന്നില്ല. അപ്പോൾ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ CPM പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന സാഹചര്യത്തിൽ ഇനി കരുവന്നൂരിൽ ED വേട്ട എന്ന കഥ ചെലവാകുമോ കേരളത്തിൽ? ഇന്നിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രണ്ട് വിഷയങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, കണ്ണൂരിൽ മനു തോമസ് തുറന്നു വിട്ടിട്ടുള്ള ഭൂതം. രണ്ട്, നേരത്തെ തന്നെ പുറത്തു ചാടിയിട്ടുള്ള കരുവന്നൂരിലെ പ്രശ്നങ്ങൾ. ഈ രണ്ട് പ്രശ്നങ്ങളും തമ്മിൽ പരസ്പര ബന്ധിതമാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിലല്ല. പക്ഷേ അതിന് പൊതുവായിട്ടുള്ളൊരു കോണ്ടൂറുണ്ട്, പൊതുവായിട്ടുള്ള ഒരു കണക്ഷനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ CPM-ൽ കുറേ കാലമായിട്ട് നിയന്ത്രിക്കാനും നേതൃത്വം നൽകാനും പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഭാഗത്ത് കണ്ണൂരിൽ നിരന്തരമായി നടന്നിരുന്ന അക്രമങ്ങൾ, ആ അക്രമങ്ങളിൽ പങ്കെടുത്തിരുന്ന ക്രിമിനലുകൾ കള്ളക്കടത്ത് തുടങ്ങി. ആ കള്ളക്കടത്ത് തുടങ്ങിയ ആളുകൾ പിന്നീട് കുറച്ചും കൂടെ എളുപ്പത്തിൽ കള്ളക്കടത്ത് നടത്തുന്നവരുടെ സ്വർണം തട്ടിയെടുക്കുക, അതിന് പൊട്ടിക്കുക എന്നാണ് അവരുടെ ആ കള്ളക്കടത്ത് സംഘങ്ങളുടെ ഭാഷ. ഭാഷയ്ക്ക് പല വേരിയൻസ് ഉണ്ടല്ലോ. അപാർത്ഥത്തിലൊരു പുതിയ വാക്ക് മലയാളത്തിന് കിട്ടി, പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ കള്ളക്കടത്തുകാരെ തട്ടിക്കൊണ്ടുപോവുക. ഒരു ആക്സിഡൻറ്റിൽ 5 ആൾ മരിച്ചു. അതൊക്കെ എല്ലാവരും നമ്മൾ കേരളത്തിൽ മറന്നുപോയി. വേണമെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ പോലും അവർക്ക് യാതൊരു മടിയില്ല. അപ്പോൾ അത്തരം ആളുകളെ നയിക്കുന്നത് P. ജയരാജനുമായി ബന്ധപ്പെട്ട അവരാണ് എന്ന് മനു തോമസ് എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു സാഹിത്യകാരനും കൂടിയാണ്, DYFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡൻറ്റും CPM-ൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ ഒരാൾ പുറത്ത് വന്നിട്ട് പറഞ്ഞതല്ല, അകത്തിരുന്ന് പറഞ്ഞതാണ്. ആ പറഞ്ഞത് 2-3 ദിവസം മുമ്പല്ല, ഈ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായപ്പോഴുമല്ല, മറിച്ച് വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ട് യാതൊരു മാർഗവും ഇല്ലാതെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് തോൽവി അദ്ദേഹം പുറത്തു വന്നതിന് ഒരു കാരണമാവാം. അങ്ങനെയാണല്ലോ തെരഞ്ഞെടുപ്പ് തോടി മൂടി മാറ്റുക എന്ന് പറയുന്നത് പോലെ, ഈ ഓപ്പണിങ് ദ ലിഡ് എന്ന് പറയുന്ന ബോട്ടിൽ എന്ന് പറഞ്ഞാൽ തുറന്നപ്പോഴായിരിക്കാം ഇത് പുറത്തേക്ക് ചാടിയത്. എന്തായാലും അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങൾ ഇതുവരെ ഒരു FIR ഇട്ട് അന്വേഷിക്കാൻ പിണറായി വിജയൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഞാനതിന് സ്വാഗതം ചെയ്യണം. ഞാനത് ഫേസ്ബുക്കിൽ കൂടി അല്ലാതെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് വന്നതിൻ്റെ പേരിലാണ് പ്രൊട്ടക്ഷൻ. അപ്പോൾ മനു തോമസിനെ തന്നെ ഞങ്ങൾ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഭൂലോകത്ത് നിന്ന് അപ്രത്യക്ഷമാക്കും എന്ന സ്റ്റേറ്റ്മെൻറ്റ്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, എനിക്കറിയാഞ്ഞിട്ടല്ല, അവരുടെ ആ പേരിൽ വന്ന സ്റ്റേറ്റ്മെൻറ്റിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ. ഇതിനെക്കുറിച്ച് നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി പറയും, ഏരിയ കമ്മിറ്റി പറയും എന്ന് പറഞ്ഞാൽ അവർ ഇരുട്ടിൽ തപ്പുമൊന്നുമല്ല. അവരുടെ ഇടയിൽ വലിയ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബോംബ് പൊട്ടി. ആ ബോംബ് പൊട്ടിയ ഒരാൾ മരിച്ചു. ആ ബോംബൊന്നുമല്ല ഇത് പൊട്ടാനിരിക്കുന്നതും ഈ ഏറ്റവും ഭീകരമായ ബോംബാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ച ആളുകൾ സാമ്പത്തിക കുറ്റവും സ്മഗ്ലിങ്ങും തുടങ്ങിയെന്ന് CPM-ൻ്റെ ജില്ലാ സമ്മേളന റിപ്പോർട്ടിലുണ്ടായിരുന്നു. അവരെ പുറത്താക്കിയിരുന്നു. ഇപ്പോൾ CP ജോൺ, കണ്ണൂരിൽ പാർട്ടിക്ക് പണം വരുന്ന മാർഗങ്ങൾ ഈ പറയുന്ന കള്ളക്കടത്ത്, സ്വർണ്ണവേട്ട, സ്വർണം പൊട്ടിക്കൽ, അങ്ങനെയെങ്കിൽ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അങ്ങ് ഭാഷയിൽ പല വേരിയൻസും ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ പാർട്ടിക്ക് ധനാഗമ മാർഗത്തിനും വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. അതിൽ കരുവന്നൂരിൽ അവലംബിക്കുന്നത് സഹകരണ തട്ടിപ്പ്. അങ്ങനെയല്ലേ ഇനിയിപ്പോൾ ഇത് വെളിപ്പെടുന്നത്? അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇനി മോദിയുടെ ED വേട്ട എന്ന വ്യാഖ്യാനം കൊണ്ട് CPM-ന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? കാരണം ഇന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിപക്ഷ വേട്ടയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ് എന്ന്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന്. രാഷ്ട്രീയമായും നിയമപരമായും പാർട്ടി തന്നെ നേരിടേണ്ടിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ. അത് മാറ്റിവെച്ചുകൊണ്ട് ഇതിൽ മോദി ED എന്ന് പറഞ്ഞു മാത്രം ഈ പറയുന്ന പാർട്ടിക്ക് പ്രതിരോധം തീർക്കാൻ പറ്റുമോ? അല്ല, കണ്ണൂരിൻ്റെ കാര്യത്തിൽ മോഡിയും ഇല്ല, EDയും ഇല്ല, ഇൻകം ടാക്സും ഇല്ല, ഒന്നുമില്ല.
അവിടെ ഈ പൈസ കൊണ്ടാണ് കണ്ണൂരിലെ CPM കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കണ്ണൂരിലെ CPMന് ഈ ഗുണ്ടകൾ പിരിക്കുന്ന പൈസയുടെ ഒന്നും ആവശ്യമില്ല. അവിടുത്തെ ചില ഗുണ്ടായിസം നടത്താനുള്ള ചില സമാന്തര സംഘടനകളുണ്ട്. അപ്പോൾ അതിനാണ് P. ജയരാജൻ്റെ പേര് മനു തോമസ് പറഞ്ഞു, ഞാനല്ല. അപ്പോൾ അവർക്ക് പൈസ ആവശ്യമുണ്ട്, അല്ലാതെ CPMൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പൈസയൊന്നും വന്നിട്ടില്ല. തൃശ്ശൂർ കുറേ കൂടെ കോംപ്ലക്സ് ആണ്. തൃശ്ശൂരിൽ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ അതല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ചില അവിശുദ്ധമായ ലോൺ കൊടുക്കലും വാങ്ങലും. ഇതൊക്കെ ശരിയാണ്. എനിക്ക് നേരിട്ടുള്ള രാഷ്ട്രീയ ചോദ്യമാണ് അങ്ങയോട് ഞാൻ തുടർച്ചയായി ചോദിക്കുന്നത്. ഇനി ഇത് മോദി ED വേട്ട CPMനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നു എന്ന രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള ധാർമ്മികമായ അന്തരീക്ഷം CPMനുണ്ടോ ഇല്ലേ? അതിൽ ധാർമ്മികമായ അന്തരീക്ഷമില്ല. പക്ഷേ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള കള്ളപ്പണം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൂടെ വെളുപ്പിച്ച് ചില ലോണിൽപ്പെട്ട ആളുകളുടെ ലോൺ ശരിയാക്കി കൊടുത്ത് അത് വേറൊരാളുടെ തലയിൽ, കോപ്പറേറ്റീവിൻ്റെ തലയിൽ വെച്ച് അതിൽ നിന്ന് കിട്ടിയ കമ്മീഷനുകൾ CPMൻ്റെ ഔദ്യോഗികമായ അക്കൗണ്ടിൽ വന്നു എന്ന് ED കണ്ടെത്തിയിരിക്കുകയാണ്. അതിന് ED കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് പാർട്ടിയെ പ്രതിയാക്കുക എന്നുള്ളതിനെ ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പ്രതികരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രതിയാക്കുക എന്നത് ഇപ്പോൾ ഡൽഹിയിൽ മാത്രം നമ്മൾ കണ്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ പാർട്ടിയിലെ കള്ളന്മാരെ പിടിക്കുന്നതിന് പകരം, അവരെ ക്രിമിനൽ ശിക്ഷിക്കുന്നതിന് പകരം അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ഗവൺമെൻറ് അല്ല, പാർട്ടി നേതൃത്വമാണ് ആവശ്യപ്പെടേണ്ടത്. അതിനു പകരം പൊളിറ്റിക്കൽ പാർട്ടികളെ, ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടി എന്ന എൻറ്റിറ്റിയെ പ്രതിയാക്കുക എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്താണിപ്പോൾ തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും CPMൻ്റെ ഫണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന 5 സെൻറ്റും കെട്ടിടവും ഇന്ന് ബലത്തിൽ കണ്ടുകെട്ടിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പണം കൊണ്ട് പിരിച്ചുണ്ടാക്കിയ പാർട്ടി ഓഫീസും പാർട്ടിയുടെ സ്വത്തും, ആ പാർട്ടിയുടെ സ്വത്ത് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസിക്ക് കണ്ടുകെട്ടാൻ പറ്റുന്ന വിധത്തിൽ അധപ്പതിക്കുകയും ജീർണിക്കുകയും ചെയ്ത ഒരു CPM നേതൃത്വമാണ് തൃശ്ശൂരിലുള്ളത്. അതിന് CPM അടിയന്തരമായി പാർട്ടിയുടെ ഭരണഘടനാ വകുപ്പുകൾ അനുസരിച്ച് തന്നെ അതുമായി ബന്ധപ്പെട്ടവരെ മുഴുവൻ സസ്പെൻഷനിൽ നിർത്തുകയായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ സസ്പെൻഷനിൽ നിർത്താത്തത് കൊണ്ടാണ് ഇപ്പോ ഈ പാർട്ടി പ്രതിയാവേണ്ടി വന്നത്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. കണ്ണൂരിൽ പാർട്ടിക്ക് പുറത്തുള്ള കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നൊരു ന്യായവാദം വേണമെങ്കിൽ CPMന് വെക്കാം. കാരണം ഇപ്പോൾ ഈ പറയുന്ന ജയരാജന്റെ മകനെതിരെ പോലും പാർട്ടിക്ക് തലവേദന ഉണ്ടാകുന്ന നടപടികൾ ഉണ്ടാകുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ ന്യായമായി പറയുന്നത് അയാൾ പാർട്ടിക്കാരനല്ല എന്നാണ്. ഇവിടെ അങ്ങ് പറയുന്നത് പാർട്ടിക്കാരെ സസ്പെൻഡ് ചെയ്തെങ്കിലും നിർത്തണം എന്നാണ്. പക്ഷേ ഈ കൂടത്തിൽ നിന്ന് ആരെ സസ്പെൻഡ് ചെയ്താലും ഈ പുറത്തു വന്നിരിക്കുന്ന ഭൂതം ആരെയൊക്കെ തിരിച്ചു പിടിക്കും എന്ന ഈ പറയുന്ന ആശങ്ക CPM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് പുറമേ നിൽക്കുന്നവരായാലും അകമേ നിൽക്കുന്നവരായാലും തുല്യനീതി ഇവർക്ക് CPM ഉറപ്പാക്കുന്നത്. തൊടില്ല ആരെയും.